ഒരെണ്ണം കഴിച്ചു നോക്ക്. ഒരെണ്ണം കഴിക്കുക. ഇത്ര ഒരെണ്ണം കൂടി കഴി. പോയി. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ എറണാകുളത്തോട്ട് പോകാൻ പോവുകയാണ്. എൻ്റെ ലൈഫിൽ കുറച്ച് വളരെ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ കേട്ടാ. അപ്പൊ അതിനുവേണ്ടിയാണ് എറണാകുളം പോകാൻ പോകുന്നത്. നമ്മൾ സ്റ്റാർബക്സിലോട്ട് പിടിക്കുകയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ അവിടെയും ചെയ്യണം. നീ ഇങ്ങോട്ട് പോകുന്നു? അത് എൻ്റെ ഹിന്ദിയിൽ ലൈവ് സ്ട്രീം നടക്കുന്നുണ്ട് ഇവിടെ. അതാണ് അതിന്റെ ക്യാമറ സെറ്റപ്പ് ഒക്കെ. ഇന്ന് എനിക്ക് വേറെ കുറച്ച് ചിലവായി. എന്താണ്, ഏകദേശം 40,000 രൂപ. അത് വന്നു കഴിഞ്ഞിട്ട് കസ്റ്റംസ് ഒക്കെ അടച്ചു കഴിയുമ്പോഴേ 55 ആവും. വീട്ടിൽ പറയണ്ട, പിന്നത്തേക്ക് അറിയാം. നമ്മൾ ഇന്ന് എന്തിനാ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോകുന്നത് ഒരു ഭാര്യനെ കണ്ടുപിടിക്കാൻ. ഗേൾഫ്രണ്ട് ഒന്നും സമയമില്ലടാ എനിക്ക്. നീ 3 മാസം ആൾക്കാരെ കമന്റിൽ പറഞ്ഞു തുടങ്ങി, ഇനി പെണ്ണ് തപ്പണം. 2 മാസം ഗേൾഫ്രണ്ട്. 2 മാസം ഗേൾഫ്രണ്ടോ? 2 മാസം ഗേൾഫ്രണ്ട് എന്നൊക്കെ ഓക്കെ. 2 മാസം കഴിഞ്ഞിട്ട് വൈഫ് ആണ്ടി വരും. കല്യാണം കഴിഞ്ഞ വൈഫാ. പക്ഷെ എനിക്ക് തപ്പി കിട്ടണം. അപ്പൊ ഇന്ന് നമ്മള് എറണാകുളത്ത് പോയിട്ട് തപ്പാം. നിങ്ങളാരും വിചാരിക്കുന്ന ചുമ്മാ റോഡിൽ പോയി അതല്ല പാവം കേട്ടാ. നമ്മളിന്നൊരു മെയിൻ ചാനൽ വീഡിയോ ആണിത്. ഫൈൻഡിങ് മൈ ഗുഡ് ബി, ഫൈൻഡിങ് മൈ ഫ്യൂച്ചർ വൈഫ്. അപ്പൊ അവിടെ പോയിട്ട് ഫുൾ തപ്പലായിരിക്കും. നമ്മൾ എല്ലാ മാട്രിമോണിയും ചേരാൻ പോവുകയാണ്. അറേഞ്ച് ആയാലും ലവ് മാരേജ് ആയാലും എങ്ങനെയാലും ഈ പെണ്ണ് തപ്പിയാൽ മതി. അപ്പൊ ഉള്ളതൊക്കെ നമുക്ക് എറണാകുളത്ത് പോയിട്ട് എല്ലാം സെറ്റ് ആക്കാം. ഫീൽഡ് ഔട്ട് ആയിട്ടില്ല, ഏജ് ഔട്ടും ആയിട്ടില്ല. ബോയ്സിന്റെ വയർ ഇവിടെ കാണുമോ? വയർ. ഓ, ഇത് കാരണം എനിക്ക് എത്ര രൂപ ചെലവായെന്നറിയാ? അമേരിക്കയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് 55,000 രൂപ വരുന്നുണ്ട് എനിക്ക്. ഈ വയർ മേടിക്കാൻ വേണ്ടിയായിരുന്നു അറിയാം. ഈ വയർ ഇന്നലെ രാത്രി ഫുള്ളും തപ്പി സ്ട്രീം ചെയ്യാൻ വേണ്ടി, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഇത് ഓർഡർ ചെയ്ത് അമേരിക്കയിൽ നിന്ന് ഓർഡർ ചെയ്ത്, പിന്നെ എൻ്റെ കൂടെ കുറച്ച് സാധനം കൂടി ഓർഡർ ചെയ്ത് 40,000 രൂപയായി. 40,000 പൊക്കത്ത് പിന്നെ ഈ കസ്റ്റം ഡ്യൂട്ടിന് കൂടി കൊടുക്കുമ്പോൾ ഏകദേശം 55,000 60,000 രൂപയാണ്. ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മൾ ഫോറം മോളിലെത്തി. ഇവിടെ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. നമ്മൾ ഇന്ന് എന്തെങ്കിലും തീരുമാനമാക്കാൻ പോകുക. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്താലേ നടക്കത്തുള്ളൂ. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് സെറ്റായിട്ട് നമുക്ക് കുറച്ച് മാട്രിമോണീസും കുറച്ച് ഡേറ്റിംഗ് ആപ്സും എല്ലാം സെറ്റാക്കാം. അതിൻ്റെ മെയിൻ വീഡിയോ ആണ് ഇപ്പോൾ. വ്ളോഗിൽ നിങ്ങളൊക്കെ പറയുന്നതേ ഉള്ളൂ. ബോയ്സ്, ഞാനൊന്ന് ട്രിം ചെയ്തേക്കാന്ന് വിചാരിക്കുകയാണ്. ഇത് ഇൻട്രോ എടുക്കാൻ ഒരു സെറ്റ് മോന്തയല്ല. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ മോന്തയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇഷ്ടമല്ല, എന്നാലും ചെയ്യേണ്ടി വരും. വീഡിയോ ചെയ്യാൻ ഇവിടെ 40 മിനിറ്റ് എടുക്കും. നമ്മുടെ സമയമില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മൾ ജോസഫുമായിട്ട് ഫസ്റ്റ് സ്റ്റാർബക്സ് എക്സ്പീരിയൻസിന് കൊണ്ടുവന്നിരിക്കുകയാണ്. ലൈവ് സ്ട്രീമിലുള്ള ആൾക്കാർ പറഞ്ഞു അവന് ഫസ്റ്റ് ഡ്രിങ്ക് ഏത് വേണമെന്ന് ചോദിച്ചപ്പം മാച്ച കുടിക്കാൻ. കിടിലൻ എക്സ്പീരിയൻസ് ആണ് നിന്റെ ഫസ്റ്റ് തന്നെ. വരുമ്പോ നോക്കിയോ, ഇത് നിന്റെ ആ കുക്കി നിന്റെ കേട്ടല്ലോ. ആ ഒരു കുക്കി 300 രൂപയുടെയാണ് കേട്ടത്. ആ ഒരെണ്ണം കേട്ടാ. നിന്റെ കിടിലൻ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിരിക്കോ ഞാൻ വ്ളോഗ് എടുക്കുന്ന പോലെ ഇത് എടുക്കുന്ന ലൈവ് എടുക്കുന്ന. അവന്റെ ഫുഡ് വന്നിരിക്കുന്നത് കണ്ടാ, അവൻ കഴിക്കും. അവനിപ്പോ കഴിക്കും. ഈ പെണ്ണ് പിടിക്കാൻ വേണ്ടി ഇതിന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല. പെണ്ണ് പിടിക്കാനാ അല്ല, പെണ്ണിനെ തപ്പാൻ. നമുക്ക് എക്സ്പീരിയൻസ് കാണാം ജോസഫിന്റെ. നല്ല കഫേന്റെ മണം. Boys, Joseph's mocha experience. Here we go. You have to take a big sip. You can do it. It's good, no? It's good. It's good. It's good. Come on, keep going. It's cold. Oh. കൊള്ളാല്ലേ? കൊള്ളാം. ഒന്ന് ഞാൻ നോക്കട്ടെ, ഇവൻ പറയുന്നത് കൊള്ളാന്ന്. ഞാൻ കുടിച്ച മാച്ച് ഇതിനെക്കാട്ടി സ്ട്രോങ് ആയിരുന്നു. ഇത് കുറച്ച് മാച്ച് തന്നെ പാല് മിക്സ് ചെയ്ത് കണക്കാ. കൊള്ളാം, പാല് കുടിക്കുന്ന പോലെ ഉണ്ട്. ഡാം നൈസ്. 300 രൂപയുടെ കുക്കിയാണ്, വേസ്റ്റ് ചെയ്ത് പോരുത്. 5 രൂപ പോയി. അതേ പോയി. എടുത്ത് കഴിച്ചോ? 395 ഒന്നും ഇല്ല ഈ കുക്കി. 295. 295 അതിനൊന്നും ഇല്ല. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ
പക്ഷെ അപ്പുറത്തെ കടയിൽ പോയി ഇതിൽ നല്ല കുക്ക് കിട്ടും 10 രൂപ. അത്രയ്ക്കൊന്നും വേണ്ട. ഇത് അവള് വന്നിട്ട് കുറച്ച് പേരെ എന്നെ ഹായ് ഹലോ ഒപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് 2 പേര്, കുറേ ഏറെ പേരുണ്ട് ഇവിടെ. ജോസഫ് ട്രൈ ചെയ്യാൻ പോവുകയാണ് അമേരിക്കാനോ. എന്ത് കിടിലൻ ആക്ടിങ് ആണ്. നേരത്തെ കുടിച്ചതാ, നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി അഭിനയിച്ച് കാണിച്ചതാ. നല്ല വലിച്ചു കുടി. വലിച്ചു കുടിക്കാനൊന്നും പറ്റൂല ഇത്. തൂപ്പ് മതി ഇതിനകത്തോടൊരു കുളി തുപ്പരുത് കേട്ടോ. ഒരു പെണ്ണ് കാണാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് ഫോട്ടോ നോക്കുമായിരുന്നു, ഇപ്പൊ ഗ്രൂപ്പ് ഫോട്ടോ ആയി. എൻ്റെ ഡേറ്റിംഗ് ആപ്പിൽ ഈ ഫോട്ടോ ആയിരിക്കും. ബോയ്സ്, നമ്മളിപ്പം എന്തുവാണ് ഡ്രസ്സ് മാറിയേക്കാം കുറച്ചുകൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇവിടെ യഷൊക്കെ വരുന്നെന്ന് പറയുന്ന കേട്ടു, നടൻ. എനിക്ക് വലുതായിട്ട് ഇതിനെക്കുറിച്ച് അറിയാത്തത്. ഐ ആം ഡിലൂഷണൽ. ഞാൻ മോഹൻലാലും മമ്മൂട്ടിയുടെ ആ ഇറ കഴിഞ്ഞിട്ട് നിർത്തി. അപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ ഡിലൂഷണൽ ഒബ്സസ്ഡ് ആണ്. അതുകൊണ്ട് എനിക്ക് സിനിമയിലോട്ടൊന്നും അത്രയ്ക്ക് ഫോളോയിങ് ഇല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഇവിടെ H&M കയറുമ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടി റെഡ്യൂസ് പ്രൈസിൽ എന്തെങ്കിലും പൊക്കാളുണ്ടോ എന്ന് നോക്കും. ഇതിനൊക്കെ വില കുറവാണ്, ഇതിന് കിട്ടിയാൽ അത്ര നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിലയോടി മേടിക്കേണ്ടി വരും. ഇതൊക്കെ 3000-ൻ്റെ നിങ്ങൾക്ക് 899 കിട്ടും. പക്ഷേ ഇതാർക്കും ഇടാൻ പറ്റത്തില്ല. ഇത് മൈക്കിൾ ജാക്സൺ വല്ല ഇടാൻ പറ്റും. ഇതെങ്ങനെയുണ്ട്? ഇത് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഡ്രസ്സാണിത്. കുഴപ്പമില്ല, ഒരു കാഷ്വൽ വൈബ് ഉണ്ട്. I think this is the purchase now. Boys and girls, how is this? Should I pick this or not? ഇത് കുറച്ചിങ്ങനെ ടൈറ്റ് ആണ്. കുറെ നാളെ ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട്. കുഴപ്പമില്ല, ഇച്ചിരി ടൈറ്റ് ഇരിക്കട്ടെ, കൊള്ളാം, നല്ല രസമുണ്ട്. ഓൾറെഡി 50,000 രൂപയുടെ ചിലവുണ്ടായിരുന്നു. ആയിട്ട് ഇവൻ പറഞ്ഞ് ബ്ലൂ കൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ഈ ബ്ലൂ മേടിപ്പിച്ചത്. ബ്ലൂവിനാണെങ്കിൽ ഓഫറും ഇല്ലായിരുന്നു, അതുകൊണ്ട് 2000 രൂപ ഫുള്ള് കൊടുക്കേണ്ടി വന്നു. നൈസ്. അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ഒരു 60,000 രൂപയ്ക്ക് സാധനം മേടിക്കുന്നുണ്ട് ഞാൻ. നൈസ്, കൊള്ളാം. ബോയ്സ്, യശ് വരും എന്നൊക്കെ പറയുന്നത് കേട്ടാ. എന്തായാലും ഇപ്പോഴും നമ്മുടെ ലൈവ് സ്ട്രീം നടന്നുകൊണ്ടിരിക്കുകയാണത്. ഓനെ എന്ത് ചെയ്യാ, എനിക്ക് ഈ ഒരു 1000 രൂപ, എനിക്ക് വ്ളോഗിന് എത്ര രൂപ കിട്ടുമെന്ന് അറിയാം. ഏകദേശം ഒരു 1000 രൂപ കിട്ടും, 1000-1500. ഞാൻ വ്ളോഗിന് വേണ്ടി ചിലവാക്കുന്ന 6000-7000 ദിവസം. ഓ, ചിലവ് മാത്രമേ ഉള്ളൂ, പക്ഷേ നമ്മൾ പ്രോഫിറ്റിലോട് എത്തിച്ചിരിക്കും. നോക്കിയോ, യു ഹാവ് ടു ബി ഡിലൂഷണൽ ആൻഡ് ഒബ്സെസ്ഡ്, അൺഹെൽതി ഒബ്സെഷൻ. നീ ഒറ്റയ്ക്ക് വന്ന്, നിങ്ങൾ 2 പേരും ചുമ്മാ ആരെങ്കിലും കാണുക ഒറ്റയ്ക്കാ? ഫുഡ് കഴിച്ചാ? എന്തോ കഴിച്ചാ? ആണോ? വിശക്കുന്നാ? വല്ല വേണോ? ഐസ്ക്രീം കഴിക്കാം, ബാ. ഐസ്ക്രീം കഴിക്കാം, ബാ. പൈസ എന്തായാലും ഞാൻ പൊട്ടിക്കുമല്ലേ, നല്ല കാര്യത്തിന് പൊട്ടിക്കാം, ബാ. നമുക്ക് ഇവിടുന്നല്ലടാ കയറുന്നത്. എവിടെ നിന്നാണ് കയറുന്നത്? അവിടെ നിന്നാ, ബാ ഇങ്ങോട്ടോ. ഇതേ എന്തോ കാണിക്കാൻ നോക്കി അവൻ. ഇത് വാൾ പേപ്പർ ആയിട്ട് നടക്കുന്നെന്ന് തോന്നുന്നു കേട്ടാ. കണ്ണാ സന്തോഷം. എവിടെ വീട്? ആ, ഇത് അമ്മമാർക്ക് എന്താണ് ബാസ്കിൻ ഇല്ല കേട്ടോ. ഞാൻ പോയി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ക്യാമറ എന്താ വേണ്ട പറ, നീ ഒരു ഫ്ലേവർ പറ. അതെ, മാംഗോ, കസ്റ്റേർഡ് ആപ്പിൾ, ജാക്ക് ഫ്രൂട്ട്, ബ്ലാക്ക് കറന്റ്, സ്ട്രോബെറി, ചോക്ലേറ്റ്. ചോക്ലേറ്റാ? ചോക്ലേറ്റ് എന്തുവാ? ഇങ്ങനത്തെ വല്ലതും വേണോ? വേണ്ട, കോൺ മതി. നിനക്കെന്ത് വേണ്ട? ഒരു ബ്ലൂബെറിയും ഒരു ചോക്ലേറ്റിൻ്റെ കോൺ തന്നു. ബ്ലൂബെറി ബ്ലാക്ക് കറന്റ് ഉള്ള ബ്ലാക്ക് കറന്റ്. ചലോ ബൈ. കിന്നോ? നമ്മൾ ജോസഫുമായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഫുഡ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി. അവൻ വിങ് കൾച്ചറിൽ ഉള്ള വിങ് എല്ലാം കഴിക്കും, അത് ഏറ്റവും സ്പൈസി. ഇവിടുന്ന് നീ 500 രൂപ ലാഭിച്ചുകൊണ്ട് പോകണം കേട്ടോ, പൈസ കൊടുക്കേണ്ടി വരരുത്, ജയിച്ചേക്കണം. അപ്പം ഒരു WTF അവന്. നിനക്ക് സൈനൊക്കെ അടിക്കാനുണ്ട്, അതിൽ അടിച്ച് സൈനൊക്കെ ഇട്ട്. WTF ചാലഞ്ച് അല്ലേ? റെഡിയല്ലേ? നിന്റെ പേര് ഒന്നെങ്കിൽ ഇത് അവിടെ വരണം, ജയിച്ച വ്യക്തി, അല്ലെങ്കിൽ ഇത് ഇവിടെ തോറ്റ വ്യക്തി. അങ്ങോട്ട് നോക്കണ്ട, അവിടെ തന്നെ അല്ലേ? എന്തായാലും ബോർഡേ വരും.
എന്തായാലും ബോർഡേ വരും. ബോർഡേ വരും, ചിലപ്പോ ഫ്രെയിം ആകും. ആണോ? വീട്ടിൽ ഫ്രെയിം ആവുക. അല്ല ഇതെന്തോ ഇത് സ്പൈസ് ലെവലാ. ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ട് സ്പൈസ് ലെവൽ. നീ ഏതാ ചെയ്യുന്നത് അറിയാവാ? അതാണ്. യെസ്, യു ആർ ഡൂയിങ് ദിസ്. റെഡി ആണല്ലോ? നടക്കും. എല്ലാവരും പ്രോത്സാഹിക്കുന്നുണ്ട്. 5 പേര്. 6 പേര്. 6 ഞാൻ. 2 പേര് നമ്മളാ. അപ്പൊ 4 പേര്. ബോയ്സ്, ഇവൻ എന്റെ പഴയ വീഡിയോ കാണുന്നത് ഞാൻ കരയുന്നത്. ഡേറ്റ കളക്ട് ചെയ്ത് എന്ത് സംഭവിക്കാൻ പോകുന്ന അറിയാൻ വേണ്ടി. കരയുന്നു നിങ്ങള്? അല്ലെങ്കിൽ ചാലഞ്ച് ഫെയിൽ ആയാ? ഇത് ഞാൻ ചാലഞ്ച് എടുത്തില്ലായിരുന്നു. ഞാൻ ചാലഞ്ചിനെക്കാട്ടിലും ചെറിയുള്ള ഞാൻ കഴിച്ച സമയത്ത്. ഇപ്പൊ എത്ര അറിയത്തില്ല. കുറവായിരിക്കും മോസ്റ്റ്ലി. ഞാൻ കഴിച്ചത് ട്രെയിനർ കഴിച്ചൊക്കെ 1 ലെവലായിരുന്നു. ഇത് പിന്നെ 1 ലെവൽ. അത് കുറഞ്ഞായിരുന്നു അതിൻ്റെ ഇത്. കുറഞ്ഞ പിന്നെ നമ്മുടെ ജോസഫ് കഴിക്കാൻ പോകുന്നു. രസമായിരിക്കും. കഴിച്ചൊക്കെ ഒരു രസമാവും. രസവടയാവും നിന്ന്. ഞാൻ എക്സൈറ്റഡ്. എന്താ അറിയത്തില്ല, വളരെയധികം. ഇതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി അല്ലേ. ഒരു പ്രാവശ്യം കഴിക്കത്തുള്ളൂ, ഇവരെ കഴിക്കാൻ തോന്നത്തില്ല. ഇവൻ തോറ്റുപോയി 500 പോവും. പാറ്റില്ല, ജയിക്കാൻ. ഇരുമ്പിന്റെ ഷഡ്ഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. വരുന്നുണ്ട് ബോയ്സ്, വരുന്നുണ്ട്. റെഡിയാ? ആ ഇത് ഇവൻ ഗ്ലൗസ് ഒന്നും ഇല്ലേ? ഭയങ്കരമാണ്. എന്തായാലും 5 മിനിറ്റ് കഴിക്കണം കേട്ടോ. ഇത് 5 മിനിറ്റിൽ കഴിച്ചു തീർക്കണം. 3 മിനിറ്റിൽ ഫുഡ് ഇത് തീർക്കണം. പിന്നെ 2 മിനിറ്റ് ആകുമ്പോൾ വെറുതെ ഇരിക്കണം, കഴിക്കാതെ, ഒന്നും കുടിക്കാതെ. നല്ല എരിവായിരിക്കും. കൈ പൊള്ളാതിരിക്കാൻ എന്തായാലും ഗ്ലൗസ് ഉണ്ട്. ആമാശയത്തിൻ്റെ മാത്രം എന്ത് ചെയ്യുന്ന അറിയത്തില്ല. നീ ചെയ്യുവാണോ? ചെയ്യുവാണോ? അത്രയ്ക്ക് ചൂടില്ല. ഓക്കെ ആണോ? അവരിപ്പോൾ ടൈം വെക്കും. പറ. ഓക്കെ ആണോ? Come on. Joseph, you can do it. No time like the present. What? You can do it, man. Just one. എന്ത്? ഞാൻ ഇപ്പോഴും എടുത്തു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവെണ്ണം നേരത്തെ. കഴിഞ്ഞ പ്രാവശ്യം എടുത്തില്ലായിരുന്നു. മറ്റേല് കഴിച്ചു കയർക്ക് 2ാമതായിട്ട് പോ. 30 സെക്കൻഡ് കഴിച്ചിരിക്കുന്നത്. 500 രൂപ കഴി. Come on, Joseph. You can eat. Yes. It's not spicy, no? It's not spicy. രണ്ട് കൈ യൂസ് ചെയ്തു. അപ്പുറത്തെ പിടിച്ച് കടി. ആ കൊടുക്കുന്ന മീറ്റ് എങ്ങനെ അതോട്ട് പോട്ടാ കൊടുക്കുന്ന പൈസക്ക്. ജോസഫ്, on to the next one. Boys, 2 തീർന്നിട്ടുള്ളൂ. സമയം പൊക്കോണ്ടിരിക്കുന്നു. എന്തിനാ കരയുന്നത്? ഇങ്ങനെ കരയണ്ട. Come on, Joseph. You can do it. Complete it. കഴിച്ചെങ്കിലും തീർക്ക്. കൊടുത്ത പൈസ കഴിക്ക്. ഇല്ല, പറ്റില്ല. മധുരോ? എന്ത് പറ്റിയടാ? പറ്റില്ല. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ടൈം അപ്പ് ആൻഡ് ഹി ജസ്റ്റ് ഫിനിഷ്ഡ് 2 wings. എടാ, നീ അത് കഴിച്ചു പോലില്ലല്ലേടാ. നീ അല്ലേ പറഞ്ഞ എരിവ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന്. എടാ, നിനക്ക് ഒരെണ്ണം കഴിച്ചു നോക്ക്. ഒരെണ്ണം കഴിക്കുക. എന്താ ഒരെണ്ണം കൂടി കഴി. പോയി. അവൻ്റെ എല്ലാം ഓൾമോസ്റ്റ് തീരുമാനമായി. 500 രൂപയ്ക്കുള്ള ഇറച്ചി പോലും കഴിച്ചില്ലടാ. ട്രെയിനർ ഫുള്ളും കഴിച്ചേ. ട്രെയിനർ ഫുള്ളും കഴിച്ചു തീർത്ത്. ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട് കഴിക്കാൻ. അതല്ല, എങ്ങനെയുണ്ടാ? നീ 2 കഴിച്ചപ്പോൾ ടാറ്റ ബൈ ബൈ. അപ്പം ട്രെയിനറിനെ ഓർത്ത് നോക്ക്.
ബ്രോ ഷേക്ക് ഒക്കെ ഓർഡർ ചെയ്ത് ഒറ്റയടിക്ക് വെറും വയറ്റിലാണോ ഒന്ന് ട്രൈ ചെയ്യാൻ പോലും ഞാൻ ചിന്തിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റുള്ള ഷേക്ക് ഞാൻ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. ജോസഫ് മാത്രം ഒറ്റയ്ക്ക് വയറുവേദനയും കൊണ്ട് പോകുന്നത് ശരിയല്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഞാൻ ഇത് ആരെങ്കിലും കഴിപ്പിച്ചിട്ട് പിന്നെ അവസാനം ഞാനും കഴിച്ചതാണ്. ഒരെണ്ണം ഞാനും എടുത്തിട്ട് ഒരെണ്ണം കഴിക്കും. രണ്ടെണ്ണം കഴിച്ചുള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇറ്റ്സ് ഗോണ ബി പെയിൻഫുൾ മാൻ, ദാറ്റ്സ് എ പ്രോബ്ലം. ഇറ്റ്സ് ഗോണ ബി സോ ബ്രൂട്ടലി പെയിൻഫുൾ. ബോയ്സ്, നമ്മുടെ ട്രെയിനർ അല്ല നമ്മുടെ എഡിറ്റർ കഴിക്കാൻ പോകുന്ന പറഞ്ഞാൽ എഡിറ്റർ ഒന്ന് കഴിക്കും, ഞാൻ ഒന്ന് കഴിക്കും. ഒട്ടിപ്പിടിക്കും. മണം തന്നെ നോക്കി കയറിയിട്ട് വെള്ളം തരുന്നത്. ഇത് വയറ് വേദനയായിരിക്കും. ഒന്ന് ക്യുക്കായിട്ട് എടുക്കാൻ വേണ്ടി ഇവിടെ വെച്ചേക്കാവോ? ആശുപത്രി I'm gonna regret this so much. ഒറ്റയടിക്ക് തീർക്കണം, അല്ലെങ്കിൽ ഇതെന്താടാ വരാത്ത? എരിവ് വരുന്നതിന്റെ മുമ്പേ സാധനം തീർക്കണം. Wow. It's so good. It's not good. It's so good. Clean कर. क्लीन है, क्लीन है, हिंदी नहीं. सॉरी अर्जुन ब्रो. इससे कुछ भी नहीं हो रहा. क्या हो गया? But it's easy. I'm not even feeling it. It's so easy that I'm not even feeling it. We just had one. Trainer had 10. Bro, juice എടുക്കാം. ഞാനുണ്ടാ എന്നെ സ്വർഗം കാണിച്ച്. അത്രക്ക് എരിവില്ല. ഒരെണ്ണം കഴിച്ചോളൂ, 5 കഴിക്കുമ്പോഴൊക്കെ വേദന. വേണ്ട ധാരാളം. എനിക്ക് വിശപ്പ് തീർന്നില്ല എന്നാണ് ഞാൻ കുറച്ചുകൂടി മേടിച്ചു. ഇവന്മാരൊക്കെ സെറ്റായല്ല, ഫുഡൊക്കെ കഴിച്ച്. എന്നാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഇനിയും വേണോ? വേണ്ടല്ലേ? നിനക്കോ? 2 എണ്ണം കഴിച്ച് നാണവും കെട്ട് പൈസയും പോയി. മിണ്ടുന്നില്ല. ഇതിപ്പം ഞാൻ കുറച്ച് ഓർഡർ ചെയ്തായിരുന്നു വിങ്സ്. എനിക്ക് വിശന്നിട്ട് വരാണ്ട് ഞാൻ കുറച്ച് ഓർഡർ ചെയ്തു. ബോയ്സ്, അപ്പം നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ വയറൊക്കെ കത്തുന്ന് കഴിച്ചിട്ട്. വയറ് കുത്തി വേദനയുണ്ട്. അവിടെ 4 അടുപ്പിച്ച് കഴിച്ചിരുന്നെങ്കിൽ ഒരെണ്ണം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ എനിക്ക്. നീ മുള്ളാൻ പോയപ്പം ഇനി അവളോട്ട് പിടിക്കണ്ട. ഇനി പിടിക്കേണ്ട ആവശ്യം വരത്തില്ല. ഐസ് ബാത്ത് ചെയ്യാം, അപ്പൊ റെഡിയാവും. അതിനൊരു ഗുണമുണ്ട്. ഒരു ഗുണമുണ്ട്, അല്ല ചൂടായിട്ടിരിക്കും. അല്ല, ഞാൻ വേറെ ഗുണം ഉദ്ദേശിച്ചാ പോട്ടെ.